നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. രാജ്യത്തെ നടുക്കി പരവൂർ വെടിക്കെട്ട് ദുരന്തം. മരണം 107ആയി. 300ഓളം പേർക്ക് പരുക്ക്. പലരുടെയും നില ഗുരുതരം. 40 മൃതദേഹം തിരിച്ചറിഞ്ഞില്ല. DNA പരിശോധന നടത്തും. പരവൂരിലേത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കരിമരുന്ന് ദുരന്തം. പരവൂർ ക്ഷേത്രത്തിൽ അരങ്ങേറിയത് നിരോധിച്ച മത്സരക്കമ്പം. ADM തടഞ്ഞ വെടിക്കെട്ട് നടന്നത് പോലീസ് സാന്നിധ്യത്തിൽ. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവ്. വെടിക്കെട്ടിന് നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനം. നളിനി നെറ്റോയ്ക്ക് ചുമതല. നാടിന്റെ ദുഃഖത്തിനൊപ്പം ചേർന്ന് പ്രധാനമന്ത്രിയും. ദുരന്തഭൂമി സന്ദർശിക്കാൻ മോദി എത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായധനം. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പണം അനുവദിക്കാൻ തടസ്സമാകില്ലെന്ന് കമ്മീഷൻ. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് നിയന്ത്രണം കൊണ്ടുവരാൻ നീക്കം. കലക്ടറുടെ സാന്നിധ്യത്തിൽ ദേവസ്വം ഭാരവാഹികളുടെ യോഗം നാളെ. സുരക്ഷാ പിഴവില്ലെന്ന് ദേവസ്വം ബോർഡുകൾ. IPL-ൽ കൊൽക്കത്തയ്ക്കെതിരെ ഡൽഹി പതറുന്നു. ഡൽഹിക്ക് 4 വിക്കറ്റ് നഷ്ടമായി. ആന്ദ്രെ റസലിന് 2 വിക്കറ്റ്. ദുരന്തഭൂമിയായി പരവൂർ. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ടിനിടെയുണ്ടായ അപകടത്തിൽ 107 പേർ മരിച്ചു. 300ഓളം പേരെ പരിക്കേറ്റ നിലയിൽ വിവിധ ആശുപത്രികളിൽ എത്തിച്ചു. അനുമതിയില്ലാതെ നടത്തിയ കമ്പത്തിനിടെ കമ്പപ്പുരയ്ക്ക് തീപിടിച്ചതാണ് അപകട കാരണമായത്. പുലർച്ചെ 3:20ഓടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. ആദ്യ റൗണ്ട് കമ്പം അവസാനിച്ച ശേഷം 2ാം റൗണ്ട് കമ്പം തുടങ്ങിയതോടെയാണ് അപകടം. ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി പൊട്ടിച്ചിതറുന്ന സൂര്യകാന്തി കമ്പത്തിലൊന്ന് ഉത്സവപ്പറമ്പിലെ തറയിലിരുന്ന് പൊട്ടി. ഇതിലെ തീപ്പൊരി വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന കമ്പപ്പുരിയിലേക്ക് തെറിച്ചു. വലിയ ശബ്ദത്തോടെ സ്ഫോടനം നടന്നു. ഇത് അവിടെ ഈ കുറ്റി ഇരുന്നായിരുന്നു. ഈ കുറ്റിയിൽ നിന്ന് തെറിച്ച് പോയതാണ് സംശയം. കാരണം വെച്ചാൽ കുറ്റി ഒരു സൈഡിലോട്ട് ചരിഞ്ഞായിരുന്നു ആ സമയത്ത് ഇട്ട വഴി. ഇത് അങ്ങോട്ട് തെറിച്ച് ഇത് അവിടെ മൊത്തം ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി. ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ നമ്മളടുത്തൊക്കെ വന്നായിരുന്നു എൻ്റെ ചീള്. ആദ്യത്തെ പ്രാവശ്യം എൻ്റെ ചീള് നമ്മളടുത്തൊക്കെ വന്നായിരുന്നു. നമ്മൾ തീയെ കാണിച്ച് പിന്നെ രണ്ടാമത് അത് കഴിഞ്ഞ് വീണ്ടും വന്നു. പിന്നെ ഇത് മൂന്നാമത്തേലാണ് ഇത് അങ്ങോട്ട് പോയത്. സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മൾ അപ്പുറം സൈഡിലോട്ട് മാറിയിരുന്നായിരുന്നു എന്താണ് നോക്കാനായിട്ട്. ഇത് അങ്ങോട്ട് പോണത് കണ്ട് എന്താണ് നോക്കാനായിട്ട് പോയത്. സ്പോട്ടിൽ തന്നെ ഇത് അവിടെ നിന്നിട്ട് ഈ തീം ഈ ഷെയ്ഡ് ഇതെല്ലാം കൂടെ കോൺക്രീറ്റും എല്ലാം കൂടെ ഇങ്ങോട്ട് വരെയുന്നു. പരവൂർ പൊറ്റിങ്ങൽ ക്ഷേത്രത്തിനും പരിസരത്തും 1000-ലധികം പേരാണ് കമ്പം കാണാനെത്തിയിരുന്നത്. രക്ഷാപ്രവർത്തനം സമയബന്ധിതമായി നടത്തിയെങ്കിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100 കടന്നു. 300-ലധികം പേർക്ക് പരുക്കേറ്റ് ജില്ലയിലും പുറത്തുമായി വിവിധ ആശുപത്രികളിലായുണ്ട്. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും ലഭ്യമാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കൊല്ലം ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും പെരിങ്ങോലം ആശുപത്രിയിലും അവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികളുമെല്ലാം നല്ല നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളും മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം. പരവൂർ ദുരന്തബാധിതരെ സന്ദർശിക്കുന്നതിന് പ്രധാനമന്ത്രി എത്തി. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം കൊല്ലത്തെത്തിയ പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ചു. പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ജില്ലാ ആശുപത്രിയിലും അദ്ദേഹം സന്ദർശനം നടത്തി. ഉച്ചയ്ക്ക് 2:15 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം 3:30 ആശ്രാമം മൈതാനത്ത് എത്തിച്ചേർന്നു. നേരത്തെ തീരുമാനിച്ച പരിപാടികളിൽ ദുരന്തഭൂമി സന്ദർശനമില്ലായിരുന്നെങ്കിലും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരവൂരിലേക്ക് പോയി. ദുരന്തം നടന്ന സ്ഥലവും പരിസരവും സന്ദർശിച്ച പ്രധാനമന്ത്രി പിന്നീട് റോഡ് മാർഗമാണ് ആശുപത്രിയിലെത്തിയത്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയും വാർത്താവിനിമയ മന്ത്രി രാജീവ് പ്രതാപ് റൂഡിയും പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. എയിംസ് ആശുപത്രിയിലെ 15ഓളം ഡോക്ടർമാരും പ്രധാനമന്ത്രിയുടെ ഒപ്പം വന്നു. ദുരിതബാധിതരെ സന്ദർശിച്ച പ്രധാനമന്ത്രി അവരോട് വിശദാംശങ്ങൾ ആരാഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവരും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. ഇതിനുശേഷം ആശ്രാമം ഗസ്റ്റ് ഹൌസിൽ ഉദ്യോഗസ്ഥരും മറ്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. സംഭവം നടന്ന പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, 107 മരണം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 40 മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട് എന്നാണ് നേരത്തെ ലഭ്യമായ വിവരം. ഇപ്പോൾ കൂട്ടിച്ചേർക്കാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മരണസംഖ്യ ഉയരുമെന്ന ആശങ്ക ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായും അത്തരമൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിലും മെഡിസിറ്റി ആശുപത്രിയിലും കഴിയുന്ന നിരവധി പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇതിൽ മെഡിസിറ്റി ആശുപത്രിയിൽ കഴിയുന്നവരുടെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നതും 60ഓളം പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. ഇവരെല്ലാം പൊള്ളലേറ്റ് ആശുപത്രിയിൽ എത്തിയവർ തന്നെയാണ്. കൂടാതെ 10-ൽ താഴെ ആളുകൾ മാത്രമാണ് കോൺക്രീറ്റ് ബീമുകൾ വീഴുകയും വീണ്
ആശുപത്രിയിലെത്തിയതും കൂടാതെ തിക്കിലും തിരക്കിലും പെട്ട് ആശുപത്രിയിലെത്തിയവരായിട്ടുള്ളത്. എന്തായാലും 370-ലധികം ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയുണ്ട്. ഒരു മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആകില്ല. ഇപ്പോഴും ഈ ദുരന്ത പ്രദേശം ഇപ്പോഴും ആ ഒരു ദുരന്തത്തിൻ്റെ അലിയൊലികളിൽ തന്നെയാണ്. ഇപ്പോഴും രാഷ്ട്രീയ നേതാക്കളും പൗരപ്രമുഖരുമെല്ലാം പ്രദേശം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഇപ്പോൾ മഞ്ഞളാംകുഴി അലിയും PK കുഞ്ഞാലിക്കുട്ടി മിനിസ്റ്ററും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്പം മുൻപാണ് പിണറായി വിജയൻ സ്ഥലം സന്ദർശിച്ച് തിരികെ പോയത്. കൂടാതെ ഈ നാട്ടുകാർ മുഴുവൻ ഇപ്പോഴും ഈ പ്രദേശത്ത് തന്നെയുണ്ട്. അവരിപ്പോഴും ഇന്നലെ കഴിഞ്ഞ 7 ദിവസം നീണ്ടു നിന്ന ഉത്സവത്തിന് ശേഷം ആയിരുന്നു ഇന്നലെ ഇതേ സമയത്തോടു കൂടിയാണ് ഉത്സവത്തിൻ്റെ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് കടന്നത്. ഏകദേശം 2 മണിയോടുകൂടിയാണ് വെടിക്കെട്ട് ആരംഭിച്ചത്. ആ വെടിക്കെട്ട് അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോഴായിരുന്നു ഈ ദുരന്തത്തിലേക്ക് കടക്കുന്നത്. 3:20 കൂടിയായിരുന്നു ആ ദുരന്തം നടക്കുന്നത്. 3:20 കൂടി രണ്ടാം ഘട്ട കമ്പം മത്സരക്കമ്പമല്ല എന്ന് പറയുമ്പോഴും മത്സരക്കമ്പം എന്ന് നമുക്കറിയാം. നമുക്ക് സ്ഥിരീകരിക്കാനാവുന്ന ഒരു കാര്യം, ഇവിടെ നടന്നത് മത്സരക്കമ്പമല്ല എന്ന് പുറത്തറിയപ്പെടുമ്പോഴും മത്സരക്കമ്പം തന്നെയാണ് ഇവിടെ നടന്നത്. ഇത്തരത്തിൽ 2 വിഭാഗമായി തിരിഞ്ഞ് ഒരാൾക്ക് മാത്രമേ ലൈസൻസ് അനുവദിച്ചിരുന്നുള്ളൂ. അതും വെടിക്കെട്ടിന് മാത്രം, ആചാര വെടിക്ക് മാത്രമാണ് ലൈസൻസ് അനുവദിച്ചിരുന്നത്. അതിൻ്റെ മറവിലായിരുന്നു ഈ കമ്പം നടത്തിയത്. അതിന് പോലീസിൻ്റെ മുഴുവൻ ഒത്താശയും ഉണ്ടായിരുന്നു എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. നമുക്ക് ഏറ്റവും അവസാനമായി കിട്ടിയ വിവരമനുസരിച്ച് ജില്ലാ പോലീസ് കമ്മീഷണർ അവസാനമായി ഇറക്കിയ ഒരു ഉത്തരവുണ്ടായിരുന്നു, ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇവിടെ കമ്പം നടത്തുന്നതിന് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ മറ്റ് മലിനീകരണ പ്രശ്നങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ കമ്പം നടത്തുന്നതിന് അനുവാദം നൽകാം എന്ന രീതിയിൽ കൊല്ലം ജില്ലാ കമ്മീഷണർ ഇറക്കിയ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതിന് ജില്ലാ കളക്ടർ ഒരു മറുപടിയും നൽകിയില്ല. പക്ഷേ ഈ ഉത്തരവിൻ്റെ മറവിലായിരുന്നു ക്ഷേത്രം ഭാരവാഹികൾ കമ്പം നടത്താൻ തീരുമാനിക്കുകയും ഇതൊരു കമ്പം നടത്തുകയും ആദ്യഘട്ട കമ്പം പൂർത്തിയായതിനു ശേഷം 2ാം ഘട്ടം, അതായത് മത്സരക്കമ്പം എന്ന് തന്നെയാണ് ഇതിനെ പറയാൻ കഴിയുന്നത്. 2ാം ഘട്ട കമ്പം തുടങ്ങുമ്പോഴായിരുന്നു ക്ഷേത്ര പരിസരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. വിശദമായ ചർച്ചകളിലേക്ക് പോവുകയാണ്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പ്രതിനിധി ഡോക്ടർ KG താര, MLA GS ജയലാൽ, ഒപ്പം വെടിക്കെട്ട് വിദഗ്ധനായ ശ്രീ P ശശിധരൻ, മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ മുൻ SP ശ്രീ P സുഭാഷ് ബാബു, ശ്രീ PM മുഹമ്മദ് റിയാസ് CPIM-നെ പ്രതിനിധീകരിച്ച് സ്വാമി സന്ദീപാനന്ദഗിരി തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ KG താര, ഇത് ക്ഷണിച്ചു വരുത്തിയ ഒരു ദുരന്തമല്ലേ? ഇവിടെ കമ്പം നടത്താൻ സാധ്യമല്ല എന്ന് ജില്ലാ ഭരണകൂടം കൃത്യമായി ഉത്തരവിറക്കിയിരുന്നതാണ്. ആ ഉത്തരവിൻ്റെ കോപ്പി തഹസീൽദാർക്കും SP തുടങ്ങി താഴേക്കുള്ള പോലീസ് അധികാരികൾക്കും നൽകിയിരുന്നതാണ്. പക്ഷേ ആ ഉത്തരവ് പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അതൊരു വലിയ ദുരന്തത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്തിരിക്കുന്നു. ഇത് ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഒരു ദുരന്തം എന്ന് വിലയിരുത്തപ്പെടേണ്ട ഒന്നല്ലേ? തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തം തന്നെയാണിത്. നിയമങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണ നിയമമുണ്ട്, വായു മലിനീകരണ നിയന്ത്രണ നിയമമുണ്ട്, ശബ്ദ മലിനീകരണ നിയന്ത്രണ നിയമമുണ്ട്, എക്സ്പ്ലോസീവ്സ് ആക്ട്, അതായത് സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ആക്ട്, ഇതെല്ലാം നിലവിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇത് പ്രാവർത്തികമാക്കുന്നത്, അതിൻ്റെ മോണിറ്ററിങ് എങ്ങനെയാണ് നടത്തുന്നത്, അത് നമുക്ക് കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ ഈ കാര്യക്ഷമത എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ അതിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് ഇവിടെ വിശ്വാസത്തിൻ്റെ കാര്യം കൂടെ കടന്നു വരുന്നു. ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ള ഒരു ഉദ്യോഗസ്ഥരോ ഒക്കെ വളരെ പരിമിതമാകാം. ഇപ്പോൾ ഈ ജില്ലാ കളക്ടർ വളരെ കൃത്യമായ നിർദ്ദേശം നൽകി എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ്. പക്ഷേ അവിടെ ഇത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. തീർച്ചയായും തുടരുക ഡോക്ടർ താര. മിനിസ്റ്റർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആദ്യമേ തന്നെ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നുള്ളത് നല്ല രീതിയേ അല്ല. പക്ഷേ ഇവിടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഈ അളവിൽ വെടിക്കെട്ട് നടത്താൻ പാടുള്ളതല്ല എന്ന് കർശനമായ നിർദ്ദേശം ഒരു ഉത്തരവിൻ്റെ രൂപത്തിൽ തന്നെ ഉണ്ടായിട്ടും അവിടെ ആ പരിപാടി നടക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ അതിന് കാഴ്ചക്കാരായി നിൽക്കുകയും ചെയ്തു. അത് ഒടുവിലൊരു ദുരന്തത്തിൽ കലാശിച്ചു. അവിടെ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ പ്രാദേശിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉള്ളതുകൊണ്ട്, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം കൂടിയാണല്ലോ, അവിടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവ് നടപ്പാക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മൾ വിളിച്ചു വരുത്തിയ ദുരന്തമാണോ ഇത്? ഞാൻ
ഈ സമയത്ത് അങ്ങനെ വിലയിരുത്തുന്നതിന് മുതിരുന്നില്ല. കാരണം നമ്മളൊരു അസസ്മെന്റ് നടത്തേണ്ടത് അവിടെ ഇവാക്വേഷൻ നടത്തി അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്ര ആളുകളുടെ ജീവൻ രക്ഷിച്ച് ഒരു അന്തരീക്ഷം ഒന്ന് നോർമൽ ചെയ്തതിനു ശേഷമാണ് നമുക്ക് ഇതിന്റെ സിറ്റുവേഷൻസിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുക. 2006 തൃശൂർ പൂരത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മിനിസ്റ്ററിലേക്ക് തിരികെ വരാം. ശ്രീ സന്ദീപ് ആനന്ദഗിരി, ഇവിടെ ആചാരത്തിൻ്റെ പേരിലാണ് ദേവിയുടെ പ്രീതിക്ക് വേണ്ടി വഴിപാടായി ഇങ്ങനെ മത്സരകമ്പം വർഷങ്ങളായി നടത്തി വരുന്നതാണ്. അത് തുടരണമെന്ന വാശിയിലാണ് അവിടെ ഈ കമ്പം നടന്നത്. അവിടെ ജില്ലാ ഭരണകൂടം അക്കാര്യത്തിലൊരു തടസ്സം പറഞ്ഞപ്പോൾ ആ ഉത്തരവിട്ട ആളെ അധിക്ഷേപിക്കുക എന്നൊരു സമീപനമാണ് സ്വീകരിച്ചത്. ഒടുവിൽ ഇങ്ങനെ ഒരു സംഭവം അനിവാര്യമായി വന്ന് ഭവിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? അതെ, ഇത് അഭിലാഷ്, ഇത് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വലിയ ദുരന്തത്തിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൽ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒരിക്കലും ഇത് ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ നമ്മളിത് ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുപോലെ അനുമതി കൊടുത്തവരെ കുറിച്ചും മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുക ചെയ്യുക. ഇവിടെ അങ്ങ് ചോദിച്ചതുപോലെ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം, ഇത് ഈശ്വരപ്രീതിക്ക് വേണ്ടിയിട്ടാണോ ഇത് നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ഈശ്വരപ്രീതിക്ക് വേണ്ടിയിട്ട് ഭാരതത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ഇത്തരം ആചാരങ്ങൾ നടക്കുന്നുണ്ടോ? ഈ ആനയും കരിമരുന്നും കൊണ്ട് ഏറ്റവും അപകടം പിടിച്ച രീതിയിലുള്ള മനുഷ്യ ജീവനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ ആരാധനാ സമ്പ്രദായം കേരളത്തിലല്ലാതെ വേറെ എവിടെയാണ് ഉള്ളത്? അതുകൊണ്ട് നമുക്ക് ഭക്തജനങ്ങളോടാണ് പറയാനുള്ളത്, അവരുടെ കാലിൽ വീണുകൊണ്ട് നമ്മൾ പറയാണ്, നോക്കൂ, നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ ഇത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇനിയിപ്പം അഭിലാഷ് എന്താ നടക്കാൻ പോകുന്നതെന്നറിയോ? ഇനി ഇവിടെ ഒരു ദേവപ്രശ്നം, സ്വർണ്ണ പ്രശ്നം എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം വയ്ക്കും. ആ പ്രശ്നത്തിൽ ഇവർ പറയും ദേവിക്ക് അപ്രീതി ഉണ്ടായിട്ടുണ്ട്. ദേവിക്ക് അപ്രീതി എന്ന് പറയുമ്പോൾ എന്തോ ടിക്കറ്റ് കിട്ടാത്ത രാഷ്ട്രീയക്കാർക്ക് അപ്രീതി ഉണ്ടായതുപോലെയാണ് ഇവർ പറയുന്നത്. ഈശ്വരന് പ്രീതിയും അപ്രീതിയും. എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്? ഇത് നിയമനിർമ്മാണത്തിലൂടെ നിരോധിക്കപ്പെടേണ്ടുന്ന അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. കാരണം എവിടെ ഏത് ദേവിയാണ്, ഏത് ധർമ്മശാസ്ത്രത്തിലാണ് ഈ വെടിക്കെട്ട് കൊണ്ട് സന്തോഷിക്കുന്ന ഒരു ദേവനും ദേവിയും ഉള്ളത്? ആനയെ എഴുന്നള്ളിച്ച് സന്തോഷിക്കുന്ന ഒരു ദേവനും ദേവിയും ഭാരതീയ ധർമ്മശാസ്ത്രത്തിൽ ഈ ആചാരങ്ങളെക്കുറിച്ച്, അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുമ്പം എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് ഒരു വളരെ ആസൂത്രിതമായ വെറും മാത്സര്യത്തിൻ്റെയും ഈർഷ്യയുടെയും അധർമ്മത്തിൻ്റെയും ഒക്കെ വഴിയാണ് ഈ ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്നത്. അതിനെ നിയമനിർമ്മാണത്തിലൂടെ നിരോധിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും നമ്മൾ അത്തരത്തിലുള്ള ഒരു ഗൗരവപൂർവമായ ചർച്ചയാണ് ഇവിടെ നമ്മൾ തുടങ്ങി വെക്കേണ്ടത്. തീർച്ചയായും തുടരുക സ്വാമി. ഡോക്ടർ താര നേരത്തെ പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. നോക്കൂ, ഇവിടെ ഈ കമ്പം നടന്നു വന്നിരുന്ന ആ പ്രദേശത്തിൻ്റെ 60 മീറ്റർ ചുറ്റളവിൽ 11 വീടാണുള്ളത്. പങ്കജാക്ഷി എന്ന സ്ത്രീയാണ് മുൻപ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ വെടിക്കെട്ട് നടക്കുമ്പോൾ ഞങ്ങളുടെ വീടിന് തകരാറ് സംഭവിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുകയും ഇതൊരു പൊതുപ്രശ്നമായി മാറ്റുകയും ചെയ്തത്. അവർ ഈ കമ്പം നടക്കുന്നതിൻ്റെ 25 മീറ്റർ ചുറ്റളവിലാണ് താമസിക്കുന്നത്. ഇങ്ങനെ 60 മീറ്റർ ചുറ്റളവിൽ 11 വീടുകളുള്ള ഒരു സ്ഥലത്ത് വെടിക്കെട്ട് നടക്കുക, അതിന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇതിൽ സന്ദീപ് ആനന്ദഗിരി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് 100% യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പറയട്ടെ, നമുക്ക് നിയമങ്ങളുടെ അഭാവമല്ല ഇവിടെ. ഇത് 2008 സ്ഫോടനശേഷിയുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ആക്റ്റിൽ പറയുന്നത് 100 മീറ്റർ ചുറ്റളവിൽ ജനവാസമേ പാടില്ല എന്നുള്ളതാണ്. ഇത്തരം ഈ എന്താണ് ഈ പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്ത് 100 മീറ്റർ ചുറ്റളവിൽ ജനവാസം പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ അവിടെ ഈ പ്രഥമ ശുശ്രൂഷ കൊടുക്കാൻ സംവിധാനം വേണം, ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ, പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ വേണം എന്നുള്ള നിബന്ധനയുണ്ട്. അപ്പോൾ ഇത്തരം നിയമങ്ങൾ, അത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിയമം നിലവിലുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത
പടക്കങ്ങൾ ഇവിടെ ഉപയോഗിക്കരുതെന്ന്. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ പോയി നോക്കൂ, ദീപാവലിക്ക് ചൈനീസ് പടക്കങ്ങൾ ആ വിപണി പൂർണ്ണമായിട്ടും കൈയടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടുവരുന്നത്. അത് നിരോധിക്കപ്പെട്ടതാണെന്ന് ഇവിടെ ഇത് വിൽക്കുന്ന കടക്കാർക്ക് അറിയാമോ, ഇവിടെ ഇത് വാങ്ങിക്കുന്ന ജനങ്ങൾക്ക് അറിയാമോ, അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇനിയും നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് 850 AD ക്രിസ്തുവിൻ്റെ ജനനശേഷം 850 AD അപ്പോഴാണ് ഈ വെടിമരുന്ന് കണ്ടുപിടിക്കുന്നത്. അതിനു മുമ്പ് ദൈവം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് ശേഷം മാത്രമേ വെടിമരുന്ന് പ്രയോഗം എന്തായാലും നിലവിൽ വരാനൊരു സാധ്യതയുള്ളൂ. അപ്പോൾ ഏത് ദേവിക്കാണ്, ഏത് വിശ്വാസത്തിലാണ് ഇത് വരണ്ടേന്നുള്ളത് സ്വാമി സന്ദീപാനന്ദഗിരി അദ്ദേഹം സൂചിപ്പിച്ച ആ ചോദ്യം വളരെ പ്രസക്തമാണ്. തീർച്ചയായും യോജിക്കുന്നു ഞാൻ. ദയവായി തുടരുക. ശ്രീ മുഹമ്മദ് റിയാസ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിറക്കിയത് മത്സര കമ്പമാണ് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ കമ്പം നടത്താനുള്ള അപേക്ഷ നിരസിക്കുകയാണ്. ഈ നിരോധന ഉത്തരവ് ലംഘിക്കുന്ന പക്ഷം 2008 സ്ഫോടക വസ്തു നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ കോപ്പികൾ ജില്ലാ പോലീസ് മേധാവിക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകുകയാണ്. എന്നിട്ടും അവിടെ ഈ പരിപാടി നടന്നു. ഈ ഉത്തരവിന് പുല്ലുവിലയാണ് ഉണ്ടായത്. എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? എല്ലാ രാഷ്ട്രീയക്കാരും അതിന് ചുറ്റുമുള്ള ആളുകളും ജനപ്രതിനിധികളുമൊക്കെ ക്ഷേത്രമല്ലേ, വിശ്വാസികളുടെ കാര്യമല്ലേ, അത് നടന്നുകൊള്ളട്ടെ എന്ന് വെക്കുമ്പോൾ പോലീസ് സംവിധാനത്തിന് അല്ലെങ്കിൽ നിയമ സംവിധാനത്തിന് ഒരു റോളുമില്ലാതെ വെറുതെ നോക്കി നിൽക്കേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അഭിലാഷേ, നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞ് വിവരിക്കാൻ പറ്റാത്ത ദുരന്തമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രയാസം നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കുവാനുള്ള കൂട്ടായ ശ്രമമാണ് കേരളീയ സമൂഹം ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കൂട്ടായ ശ്രമം. ഇവിടെ സ്വാമി പറഞ്ഞതുപോലെ ഒരു നിയമമില്ലാത്തതാണ് ഇതിൻ്റെ ആകെ പ്രശ്നമെന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ച നിയമങ്ങളുണ്ട്. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് 1908 ഉണ്ട്. അത് പിന്നീട് ഭേദഗതി ചെയ്ത ആക്ട് ഉണ്ട്. ആ നിയമം തന്നെ നടപ്പിലാക്കുന്ന കാര്യത്തിലെ പരാജയം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ആ നിയമം നടപ്പിലാക്കേണ്ടവർ പരാജയപ്പെട്ടു. അഭിലാഷ, വളരെ ഗൗരവമുള്ളൊരു വിഷയം. 2003 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു കൃത്യമായ ഒരു ഡയറക്ഷൻ ഉണ്ട്. തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, ശബ്ദത്തിൽ ചെറിയ തകരാറ് തോന്നിക്കുന്നു. മിനിസ്റ്റർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇന്നിപ്പോൾ 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നു, ഒപ്പം ADGP ആനന്ദകൃഷ്ണൻ നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ വെടിക്കെട്ടിന് അനുമതി നൽകുന്ന കാര്യത്തിൽ ചട്ടങ്ങൾ കർശനമാക്കാൻ നളിനി നെറ്റോയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന്. ഇത്തരത്തിലുള്ള വെടിക്കെട്ട് അപകടങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ. അതിൻ്റെ ഒരു നീണ്ട ചരിത്രം ഉണ്ട് താനും. ഇത് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള എന്ത് നടപടിയാണ് സർക്കാർ കൃത്യമായി ഉദ്ദേശിക്കുന്നത്? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം ശ്രീ P. സുഭാഷ് ബാബു കൂടി നമ്മോടൊപ്പം. അദ്ദേഹം മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്, മുൻ SP ആണ്. അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിൽ. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ജില്ലാ പോലീസ് മേധാവിക്ക് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് നൽകിയ ഉത്തരവ് ക്ഷേത്രഭാരവാഹികൾ നിയമലംഘനം നടത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടതും അപ്രകാരം ഉണ്ടാകുന്ന പക്ഷം ബന്ധപ്പെട്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് വിവരം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നുമാണ്. എന്നിട്ടും പക്ഷേ ജില്ലാ പോലീസ് മേധാവിക്കാകട്ടെ, ചാത്തന്നൂർ ACPക്കാകട്ടെ, പരവൂർ SIക്കാകട്ടെ നോക്കി നിൽക്കേണ്ടി വന്നു. രാത്രി 10 മണി മുതൽ പുലർച്ചെ 3:30 വരെ. 3:30 ആകുമ്പോൾ ഇത് അവസാനിപ്പിക്കാറായില്ലേ എന്ന് കമ്മിറ്റിക്കാരോട് പോയി ചോദിക്കുക മാത്രമാണ് ചെയ്യാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ശ്രീ സുഭാഷ് ബാബു. മുഴുവൻ എനിക്ക് വ്യക്തമായില്ല. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ട് അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അത് നിർത്തേണ്ടതായിരുന്നു. പക്ഷേ സാധാരണഗതിയിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിയമമുണ്ട്, നിയമം നടത്താൻ ശ്രമിക്കുന്ന അവസരത്തിൽ വളരെ തീവ്രമായ ഇടപെടലുകളുണ്ടാവും. പ്രാദേശികമായിട്ട് തന്നെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ, അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ പ്രദേശത്തിൻ്റെ ആളുകളുടെ താല്പര്യമനുസരിച്ചിട്ട് സമ്മർദ്ദം വരുന്ന അവസരത്തിൽ പോലീസിനെ സംബന്ധിച്ചുള്ള ചെയ്യാനും വയ്യ, ചെയ്യാതിരിക്കാനും വയ്യ. അപ്പോൾ പോലീസ് എന്ത് ചെയ്യും? യാതൊന്നും ചെയ്യില്ല, മൗനം ദീക്ഷിച്ചിരിക്കും. അപകടം വന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു, അപകടം വന്നാൽ കുടുങ്ങി. അപ്പോൾ ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് നടത്താൻ പാടില്ല എന്നുള്ള ഉത്തരവ് കൊടുത്തതിന് ശേഷം അത് നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കാതെ വന്നത് അവരുടെ വീഴ്ച തന്നെയാണ്. പക്ഷേ ആ വീഴ്ച മറ്റ് സമ്മർദ്ദം കൊണ്ടാണെന്ന് പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടാനും പറ്റില്ല. പക്ഷേ എന്തായാലും അതൊരു കൃത്യവിലോപം എന്നുള്ളത്, ആ കൃത്യവിലോപം കൊണ്ട് തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. അതിനോടൊപ്പം തന്നെ ഈ കമ്പം കെട്ട് എന്ന് പറയുന്ന ഈ പരിപാടി വളരെ തീവ്ര സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യം ക്ലോറൈറ്റാണ് അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് ഒരു ലൈസൻസ് കൊടുക്കും പൊട്ടിക്കാൻ, അല്ലെ പൊട്ടിക്കപ്പെടുന്ന വസ്തുക്കൾ പരിശോധിക്കാൻ അവിടെ സംവിധാനമില്ല. പോലീസ് അവിടെ വന്ന് വായി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. പോലീസിന് അറിയില്ല ഇതിനകത്തിൽ എന്തായിരിക്കുന്നതെന്ന്. അത് വ്യക്തമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം പൊട്ടിക്കാനൊരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അവർ കൊണ്ടുവരുന്നത് എന്താ എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല. അത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആണ്. അത് പരിശോധിച്ചതിന് ശേഷം എക്സ്പ്ലോസീവ് ഇൻസ്പെക്ടറേറ്റിൻ്റെ നേതൃത്വത്തിൽ പരിശോധിച്ചതിന് ശേഷം കടലാസിൽ എഴുതി കൊടുത്താൽ പോരാ, ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ എക്സ്പ്ലോസീവ് ഉള്ള സാധനം ഇതിന് ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ക്ലോറൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് 84 മുതൽ ബാൻഡാണ്. ആ സാധനമൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാതെ വെടിവെച്ചോ അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചോ അല്ലെങ്കിൽ വെടിവെച്ച് പാറ പൊട്ടിച്ചോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇത് പഴിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പരിമിതികളും കൂടെ ഇതിനോടുകൂടി പരിഗണിക്കണം. അല്ലാണ്ട് ഇത് സമ്മർദ്ദം കൊണ്ടാണ് വരുന്നത്, നിയമമുണ്ട്. സ്ഥലം MLA ശ്രീ JS ജയലാൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയലാൽ, ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിട്ടും എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ആ കമ്മിറ്റിയെ സംബന്ധിച്ച് സാധിച്ചത്? അതിനെ സംബന്ധിച്ചാണ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിട്ടും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സാന്നിധ്യത്തിൽ തന്നെ ഈ വെടിക്കെട്ട് ഇവിടെ നടത്താനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് സമഗ്രമായ ഗവൺമെൻറ് പരിശോധിച്ച് അതിന് ഉത്തരവാദികളായവരെ കണ്ടുപിടിക്കണം. ഇവിടെ അന്വേഷണം നടക്കട്ടെ. ശ്രീ ജയലാൽ, താങ്കൾ അവിടുത്തെ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കും പോലീസ് സംവിധാനത്തിനും ഒക്കെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം അവിടെ ഒരു മത്സര കമ്പമാണ് നടന്നത് എന്നുള്ളതാണല്ലോ. അതിൻ്റെ നോട്ടീസ് ഇപ്പോൾ ഞാനും താങ്കളും വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുൻപിൽ ആ നോട്ടീസ് ഉണ്ട്. പക്ഷേ ഇവിടെ ജില്ലാ ഭരണകൂടം അങ്ങനെ ഒരു മത്സരക്കമ്പം നടത്താൻ പാടില്ല, ഒരു തരത്തിലുള്ള കമ്പക്കെട്ടും നടത്താൻ പാടില്ല എന്നൊരു ഉത്തരവിറക്കുകയാണ് ഉണ്ടായത്. ആ ഉത്തരവ് നടപ്പാക്കാനുള്ള ബാധ്യതയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നടപ്പാക്കാൻ കഴിയാതിരുന്നത് പ്രാദേശികമായ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. താങ്കൾ സ്ഥലം MLA ആണല്ലോ, എന്താണ് താങ്കളുടെ വേർഷൻ? ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവ് ഈ മത്സര കമ്പം ആയതുകൊണ്ടാണല്ലോ അത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരോധന ഉത്തരവ് നൽകിയത്. അപ്പോൾ മത്സര കമ്പം ഈ സേഫ്റ്റി മെഷർമെൻറ്റ്സ് ഉറപ്പാക്കാതെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവന് അപകടം വരുന്ന തരത്തിലുള്ള ഇത്തരം പരിപാടി നടത്താൻ പാടില്ല എന്നുള്ള ശക്തമായ ഉത്തരവാണ് ജില്ലാ ഭരണകൂടം നൽകിയത്. അപ്പോൾ ആ ഉത്തരവ് നിലനിൽക്കെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സാന്നിധ്യത്തിൽ ഇത് ഇവിടെ നടപ്പിലാക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് അത് പ്രാദേശിക നേതൃത്വത്തിൻ്റെ പേരിൽ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. നിയമം നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജില്ലാ ഭരണാധികാരിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ പോലീസിന് കഴിയാതെ വന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് അത് ഏത് ഘടകങ്ങളാണ് അതിനെ സ്വാധീനിച്ചതെന്നുള്ളത് സംബന്ധിച്ച് ഗവൺമെൻറ് പരിശോധിക്കട്ടെ. അതിൽ ശ്രീ ജയലാൽ, വർക്കല കൃഷ്ണൻകുട്ടി വേഴ്സസ് കഴക്കൂട്ടം സുരേന്ദ്രൻ എന്ന മത്സരമാണ് അവിടെ നടന്നത്. പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രം എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരം. അത് 11:30 ആരംഭിച്ച് രാവിലെ പുലർച്ചെ 3:30 ആകുമ്പോൾ വലിയ അപകടത്തിൽ കലാശിച്ചു. 60 മീറ്റർ ചുറ്റളവിൽ വീടുകളുള്ള ഒരു പ്രദേശത്ത് ജില്ലാ ഭരണകൂടം കർശനമായി നടത്തരുത് എന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കുന്നതിൽ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് ഒരു റോളുമില്ലേ?
ഒരു പങ്കാളിത്തവുമില്ലേ? അക്കാര്യത്തിൽ പറയാനൊന്നുമില്ലേ? ഇത്തരത്തിലുള്ള ഒരു മത്സര കമ്പം നടത്താൻ പാടില്ല എന്ന നിരോധന ഉത്തരവ്, ആ ഉത്തരവിനെ അതിജീവിച്ചുകൊണ്ട് അനുമതി വാങ്ങി എന്ന് അനൗൺസ്മെന്റ് നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ടായി. മാത്രവുമല്ല, ഞാനൊന്നും ഈ കമ്പം കാണാൻ പോകുന്നൊരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഞാനവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ എന്നെപ്പോലുള്ളവർ നിരീക്ഷിക്കുമ്പോൾ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സാന്നിധ്യം അവിടെ ഈ വെടിക്കെട്ട് സമയത്തുണ്ടാവുകയും അനുമതി ലഭ്യമായി എന്ന് ഒരു അനൗൺസ്മെന്റ് വരെ അവിടെ നടത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതെങ്ങനെയാണ് ആ സാഹചര്യം രൂപപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അത് ഗവൺമെന്റ് പരിശോധിക്കണം. ശരി, അത് സർക്കാർ പരിശോധിക്കണം എന്നുള്ളതാണ് ജനപ്രതിനിധി MLA എന്നുള്ള നിലയിൽ താങ്കളുടെ ആവശ്യം. ശ്രീ സന്ദീപ് ആനന്ദഗിരി, ഇവിടെ ഉത്തരവുകൾക്ക് പുല്ലുവില ഉണ്ടാകുന്നത്, നിയമം പാലിക്കപ്പെടേണ്ട എന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഇതൊരു മതപരമായ കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ആചാരപരമായ ഒരു കാര്യത്തിന് എല്ലാവരും ഒപ്പം ഉണ്ടാകണം. ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ചെന്നാൽ നിയമങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതു രീതി. ജനപ്രതിനിധികളായാലും ഉദ്യോഗസ്ഥരായാലും ഇങ്ങനെ മതസ്ഥാപനങ്ങൾ നടത്തുന്ന പരിപാടികൾക്കാണെങ്കിൽ പരമാവധി ഒന്ന് അയഞ്ഞുകൊടുക്കും എന്നുള്ളതിൻ്റെ ഫലമല്ലേ, അതിൻ്റെ ദുരന്തമല്ലേ നമ്മൾ കണ്ടത്? അതെ അതെ, തീർച്ചയായിട്ടും. ഇതിൽ നമുക്ക് പറയാനുള്ളത് ഭക്തന്മാരോടാണ്. കാരണം അവരാണല്ലോ ഇതിൻ്റെ ഇരകളും. അതുകൊണ്ട് അവരോട് നമ്മൾ പറയട്ടെ, നിങ്ങൾ ഈ കാണിക്കുന്നത് നമ്മുടെ ധർമ്മശാസ്ത്രത്തിന് ചേർന്നതല്ല. ഒന്ന്, ക്ഷേത്ര സന്നിധാനം, ക്ഷേത്ര സവിധം എന്ന് പറയുന്നത് തന്നെ എല്ലാ മാത്സര്യത്തെയും ഉപേക്ഷിക്കുന്നതാണ്. എന്നിലെ എന്തെങ്കിലും മത്സര ബുദ്ധി ഉണ്ടെങ്കിൽ അത് മുഴുവൻ തീർത്തു തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് ക്ഷേത്രത്തിന്റെ മുന്നിൽ നടക്കേണ്ടത് എന്ന് ആചാര്യന്മാർ പറയുന്നു. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ എന്താണെന്നറിയോ, ഇതിപ്പോ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുമ്പം ഇതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആ ചോദിച്ച ആളുടെ മതം എന്താണ്, അവന്റെ വിശ്വാസം എന്താണ്? ഇപ്പൊ അവിശ്വാസിക്ക് ഇതിൽ സംസാരിക്കാൻ പാടില്ല. കാരണം അവിശ്വാസി എന്തിന് ഇതിൽ ഇടപെടുന്നു എന്നാണ്. അപ്പൊ നമുക്ക് പറയാൻ ഈ വിശ്വാസികളോട് തന്നെയാണ് ഉള്ളത്. ആ വിശ്വാസികളോട് പറയട്ടെ, നാരായണ ഗുരുദേവൻ കേരളത്തിന്റെ നന്മയെ ഉദ്ദേശിച്ച് പ്രവർത്തിച്ച ഒരാളാണ്. ആ നാരായണ ഗുരുദേവനാണ് നമ്മളോട് തൊഴുകയോടുകൂടി പറഞ്ഞത് കരിവീരനും കരിമരുന്നും ക്ഷേത്രങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കുക എന്നുള്ളത്. എന്തൊരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ശ്രീനാരായണ ഗുരു അത് പറഞ്ഞത്. ഈ സംസ്കാരത്തെ അദ്ദേഹം എല്ലാ നിലയിലും സംസ്കാരത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ആചാര്യനല്ലേ? അദ്ദേഹത്തിന്റെ വാക്കല്ലേ? അദ്ദേഹം ധർമ്മശാസ്ത്രം പഠിക്കാത്ത ആളാണോ? ക്ഷേത്ര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണോ? അല്ലല്ലോ. ശ്രീനാരായണ ഗുരു അല്ലേ പറഞ്ഞത് കരിവീരനും കരിമരുന്നും ഉപേക്ഷിക്കണം എന്ന്? എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല? നമുക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഇത്തരുണത്തില് ധർമാചാര്യന്മാരിരിക്കട്ടെ, തന്ത്രിമുഖ്യന്മാരിരിക്കട്ടെ, അവരുടെ പ്രമാണങ്ങളെ കൊണ്ടുവരാൻ പറയൂ. ഏത് ദേവിയാണ് പടക്കം പൊട്ടിച്ച് ആനന്ദിക്കുന്നത് എന്ന് ധർമ്മശാസ്ത്രം കാണിക്കട്ടെ അവര്. കാരണം നമ്മളിത് കുറെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ആനയെ കൂച്ചുവിലങ്ങിട്ട് ഈ പീഡ ചെയ്യുന്നത് ഈശ്വര നിന്ദയാണ്. ഈ ആനയ്ക്ക് അനുഭവിക്കുന്ന ഈ പീഡ മുഴുവൻ ഭക്തന്മാരെ അനുഭവിക്കേണ്ടി വരും. ഈ വെടിക്കെട്ടിന് ആര് കാശ് നൽകിയോ അവർക്കൊക്കെ ദുരന്തം അനുഭവിക്കാനുള്ളവരാണ്. അതിനൊന്നും കണക്ക് തീരാൻ പോകുന്നതല്ല. യഥാധേനു സഹസ്രേഷു വത്സോ വിന്ദതി മാതരം. എങ്ങനെയാണോ 1000 പശുക്കളുടെ ഇടയിലേക്ക് അതിന്റെ ഒരു കുട്ടിയെ വിട്ടുകഴിഞ്ഞാൽ ആ തള്ളപ്പശുവിനെ കൃത്യമായി കുട്ടി പോയി പാല് കുടിക്കുന്നത്, ഇതുപോലെ കർമ്മത്തിന് ഫലം അനുഭവിക്കുമെന്ന ഈ മരിച്ച 107 പേരുടെ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിന്റെ കർമ്മഫലം ഈ പടക്കം പൊട്ടിക്കാൻ കാശ് കൊടുത്തവരൊക്കെ അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഭക്തന്മാരെ ഈ വെടിക്കെട്ടിൽ നിന്നും സ്വാമി സന്ദീപ് ആനന്ദഗിരി. ഇപ്പോൾ ശ്രീ ശശിധരൻ, അദ്ദേഹമാണ് തിരുവമ്പാടിയുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ പ്രധാന ചുമതലക്കാരിൽ ഒരാൾ. ശ്രീ ശശിധരൻ, ഇവിടെ ഇപ്പോൾ ഈ അപകടമുണ്ടായത് അശാസ്ത്രീയമായ രീതിയിൽ, ഒന്ന് ചുരുങ്ങിയ ഒരു സ്ഥലത്ത് നടത്തിയ ഒരു കമ്പക്കെട്ട് എന്നുള്ള നിലയിൽ, 2 വച്ച അമിട്ടുകളൊന്ന് ചെരിഞ്ഞു പോയതുകൊണ്ട് കമ്പപ്പുരയിലേക്ക് തീ ചെന്ന് പതിച്ച് അതുവഴി കത്തി അമർന്ന് അതുവഴി വലിയ സ്ഫോടനമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾ ഈ രംഗത്തെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇതിൽ നിന്ന് ഉൾക്കൊണ്ടതെന്താണ്, മനസ്സിലാക്കിയതെന്താണ്? ഇത്തരത്തിലുള്ള ഉഗ്ര സ്ഫോടന ശേഷിയുള്ള
കമ്പക്കെട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതല്ലേ? അല്ല, ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിന് 2 ദിവസം മുമ്പ് അവിടെ വെടിക്കെട്ട് നടന്നിരുന്നു. 2 ദിവസം ഭംഗിയായി കഴിഞ്ഞിരുന്നു. 3-ാമത്തെ ദിവസമാണ് അവിടെ അപകടം നടന്നതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു അവിടെ അനുമതി കൊടുത്തിരുന്നില്ല. പിന്നെ അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ യാതൊരു വിധത്തിലും അവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കത് കണ്ടാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ സുരക്ഷിതത്വം തന്നെയാണ് ഏറ്റവും വലുത്. ജനങ്ങളുടെ സുരക്ഷിതത്വം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ വന്ന് നമ്മുടെ സ്ഥലം സന്ദർശിച്ച് അവിടെ വെടിക്കെട്ട് നടത്താൻ പറ്റാവുന്ന ദൂരപരിധിയോ അല്ലെങ്കിൽ അവിടെ ജനങ്ങൾ എവിടെ നിൽക്കണം, ഇതൊക്കെ ഒരു 2 മാസം മുമ്പ് തന്നെ ഇതിൻ്റെ മീറ്റിങ്ങുകൾ നടന്ന് അത് കളക്ടറും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ച് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അതിൻ്റെ ലൈസൻസ് ഇവരെയൊക്കെ വിളിച്ച് അതിന് ഉള്ള അവയർനെസ് കൊടുത്തുകൊണ്ടാണ് ഈ വെടിക്കെട്ട് നമ്മൾ നടത്താറുള്ളത്. ഇക്കൊല്ലം തന്നെ തൃശ്ശൂർ എനിക്ക് തോന്നുന്നു ഒരു 100-ൽ പരം അമ്പലങ്ങളിൽ വെടിക്കെട്ട് നടന്നു. ഇത് വർഷങ്ങളായി. ഇവിടെ ശ്രീ പി ശശിധരൻ, അതിലെ ഒരു പ്രശ്നം, എല്ലാ നാടുകളിലും ഈ പറയുന്ന വർണ്ണവിസ്മയം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത്ര ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഒരു നാടിനെ ആകെ ഇല്ലാതാക്കാൻ പോകുന്ന തരത്തിൽ വലിയ ബോംബൊക്കെ പൊട്ടുന്നത് മാതിരിയുള്ള ഇങ്ങനെയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചല്ലാതെയും നടത്താമല്ലോ. ആളുകൾക്ക് നയനാനന്ദകരമാകുന്ന വിധത്തിൽ ഒരു ഷോ ഒരുക്കുക എന്നുള്ള പർപ്പസിൽ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഈ കരിമരുന്ന് പ്രയോഗം നടക്കുന്നു. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. പരമാവധി സ്ഫോടക ശേഷി പ്രയോഗിച്ചാലാണ് അത് കൂടുതൽ വലുതാവുക എന്ന തോന്നലിൽ നിന്നായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടാകുന്നത്. അല്ല, അതിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് നിയമം അനുവദിക്കുന്ന രീതിയിൽ നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ അപകടമോ ഇതും ഉണ്ടാവില്ല. നമ്മൾ തൃശ്ശൂരിൽ തന്നെ 100-ൽ പരം ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട് ഇപ്പോൾ നടന്നിരുന്നു. അതിൽ യാതൊരു അപകടവും ഉണ്ടായിട്ടില്ല. അത് ബന്ധപ്പെട്ട അധികാരികൾ അതിന് ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് അവിടെ അപകടം ഉണ്ടായിരുന്നത്. ഇവിടെ ഇതൊരു ഇത്ര ദാരുണമായ ദുരന്തത്തിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. തീർച്ചയായും ഈ പറയുന്ന കാര്യത്തിനോട് നമ്മൾ വളരെ ദുഃഖമുണ്ട്. പക്ഷേ ഇതിന് അനുമതി കിട്ടുന്നത് നമ്മൾ, അല്ലെങ്കിൽ അത് കത്തിക്കാനായിട്ടുള്ള സമയത്ത്, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് തന്നെ വെടിക്കെട്ട് കത്തിക്കുന്ന സമയത്ത് തന്നെ വയർലെസ് മെസ്സേജ്, ഇത് ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഉള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വയർലെസ് മെസ്സേജ് കൊടുത്തതിന് ശേഷം ഇത് കത്തിക്കാൻ പോവുകയാണ്, ഇതിൽ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് തന്നെയാണ് നമുക്ക് വെടിക്കെട്ട് കത്തിക്കാനുള്ള അനുമതി തരുന്നത്. അതിനുശേഷമാണ് വെടിക്കെട്ട് കത്തിക്കുന്നത്. അപ്പോൾ ഇത് ആഘോഷങ്ങളും ആചാരങ്ങളും പരമായി വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. ഇതിന് ഈ എല്ലാ വർഷവും ഇതിൻ്റെ പൂരം വരുമ്പോൾ ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാറുണ്ട്. അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാറുണ്ട്. പക്ഷേ ചില ഒറ്റപ്പെട്ട സംഭവം, ചില സ്ഥലത്ത് ഇതിന് സ്ഥലപരിമിതി ഇല്ല, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവം എന്നുള്ളതാണ് അക്കാര്യത്തിൽ താങ്കൾ കാണുന്നത്. ഡോക്ടർ KG താര, നെന്മാറ വേല, തൃശ്ശൂർ പൂരം, ദക്ഷിണ കേരളത്തിലാണെങ്കിൽ ഈ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ ഉത്സവം, ഇങ്ങനെ നാടിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ വെടിക്കെട്ട് കാണാൻ മാത്രം തടിച്ചുകൂടുന്ന സംഭവങ്ങളാണ്. ഓരോ വർഷവും ഇതിൻ്റെ ഈ മത്സര താല്പര്യം കൂടുകയും കൂടുതൽ സ്ഫോടക ശക്തിയുള്ള പടക്കങ്ങൾ പൊട്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി. ഇപ്പോൾ സർക്കാർ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട്. ചട്ടങ്ങൾ കർക്കശമാക്കാൻ ഒരു സമിതിയെയും രൂപീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ചെയ്യാനാവുക? ഇത് വളരെ സ്വാഗതാർഹമായ ഒരു നടപടിയാണ്. ഇപ്പോൾ ഈ നിബന്ധനകൾ വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കുക, അത് ശ്രീമതി നളിനി നെറ്റോയുടെ നേതൃത്വത്തിൽ അത് തയ്യാറാക്കും എന്ന് പറയുന്നത് തന്നെ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു നടപടിയാണ്. ആദ്യത്തെ ചുവടുവയ്പ്. 2, ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോധവൽക്കരണത്തിൻ്റെ അഭാവം കൂടി ഉണ്ട് ഇതിനകത്ത്. ഈ നമ്മൾ സാധാരണ മേടിക്കുന്ന പടക്കത്തിൽ ഇത് പടക്കം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുത്ത നിറമുള്ള പൊടിയാണ് അതിനകത്ത് കാണുന്നത്. നേരെ മറിച്ച് വെളുത്ത നിറമുള്ള ഭസ്മത്തിൻ്റെ നിറമുള്ള പൊടിയാണെങ്കിൽ അതിൽ പൊട്ടാഷ്യം ക്ലോറൈറ്റ് ആണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്യുഗ്ര സ്ഫോടനശേഷിയുള്ള സാധനമാണ് ഈ പൊട്ടാഷ്യം ക്ലോറൈറ്റ്. അങ്ങനെ ഒരു കടയിൽ പോയി നമ്മൾ മേടിച്ച് അത് പൊട്ടിക്കുമ്പോൾ ഇത് വെളുത്ത നിറമുള്ള പൊടിയാണ് അതിനകത്ത് കാണണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് പിന്നെയും പൊട്ടിക്കാതിരിക്കുക. അത് ബോധവൽക്കരണത്തിന് നമ്മുടെ വീടുകളിൽ, ഇനിയിപ്പോൾ ദീപാവലി വരികയാണ്,
ഇവിടെ നമ്മൾ കാണേണ്ട വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ശബ്ദമലിനീകരണം എന്ന് പറയുന്നത് വയസ്സായ ആളുകൾക്ക്, പ്രായം ചെന്ന ആളുകൾക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്ക്, രോഗികളായിട്ടുള്ള ആളുകൾക്ക് താങ്ങാൻ കഴിയാത്തതാണ് ഈ ശബ്ദ മലിനീകരണം. അതുപോലെ തന്നെ വായു മലിനീകരണം റിപ്പോർട്ടുകൾ ധാരാളം പുറത്ത് വന്നു കഴിഞ്ഞു. ഡൽഹിയിൽ ഈ ദീപാവലി ആഘോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ 30 മുതൽ 40% വരെയാണ് ആസ്മ രോഗികളുടെ വർധനയുണ്ടാകുന്നത്, ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾ ഉണ്ടാകുന്നത്. ശാസ്ത്രീയ വശമാണ് ഈ പറയുന്നത്. അവിടെ വിശ്വാസത്തിൻ്റെ ഒരു തലം മാറ്റി വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശബ്ദമലിനീകരണത്തിനും വായു മലിനീകരണത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാകുന്ന ഒന്ന് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുക്കേണ്ടതല്ലേ? അതിന് ഈ നിബന്ധനകൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ഇവിടെ ഈ നമ്മൾ ദുരന്ത നിവാരണ വകുപ്പിലെ ആക്റ്റിലെ 2005 നിലവിൽ വന്ന ആക്റ്റാണ്. വളരെ ശക്തിയേറിയ ഒരു വകുപ്പ്. അതിനകത്ത് അതിൻ്റെ ഒരു ഘടകമുള്ളത് 51-ാം ഭാഗം എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. ഈ നമ്മൾ നിയമാനുസൃതമല്ലാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ കർക്കശമായ ജയിലിൽ പോയി ജയിൽവാസം അനുഷ്ഠിക്കുക എന്നുള്ള അടക്കമുള്ള ശിക്ഷാ നടപടികൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിയമം അനുസരിക്കാത്ത ആളുകളെ, അത് കമ്മിറ്റിക്കാരാണെങ്കിലും ശരി, നാട്ടുകാരാണെങ്കിലും ശരി, ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, ജാതിമത പരിഗണനകളിലൊന്നും കൂടാതെ തന്നെ ഈ ദുരന്ത നിവാരണ ആക്ടിലെ 51-ാം വകുപ്പ് പ്രകാരം നമ്മൾ കർക്കശമായ നടപടികൾ എടുക്കാൻ നമ്മൾ തുനിയണം എന്നുള്ളതാണ് വ്യക്തമാണ്. ശ്രീ ജയലാൽ MLA, ഇവിടെ ഇതൊറ്റത്തവണ നടന്ന നിയമലംഘനവും അല്ല. 100 മീറ്റർ ചുറ്റളവിൽ വീടുകൾ പാടില്ല എന്നാണ്. ഇവിടെ വീടുകളുണ്ട്. 25 മീറ്റർ ചുറ്റളവിൽ മാത്രം വീടുള്ള പങ്കജാക്ഷി എന്ന സ്ത്രീ ഇതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തുകയാണ്. പക്ഷേ അവർക്ക് അങ്ങനെ നിയമ പോരാട്ടം നടത്തിയത് കൊണ്ട് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഗതികേടാണ് അവിടെ ഉണ്ടായത്. എന്ന് മാത്രമല്ല, ജില്ലാ ഭരണകൂടത്തിന് ബോധ്യമായ 2 വസ്തുതകളുണ്ട്. ഒന്ന്, ഇത് മത്സരക്കമ്പമല്ല, ആചാരപരമായ ഒരു വെടിക്കെട്ട് മാത്രമാണ് എന്ന് ഈ ഉത്സവ കമ്മിറ്റി ജില്ലാ ഭരണകൂടത്തെ തെറ്റിദ്ധരിപ്പിച്ച് അനുമതി വാങ്ങാൻ ശ്രമിച്ചു. 2, 12 കിലോ സ്ഫോടക വസ്തുക്കളാണ് ആകെ ഉപയോഗിക്കുക എന്നാണ് എഴുതി കൊടുത്തത്. അങ്ങനെയല്ല, അതിലുമൊക്കെ 10 മടങ്ങ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരമായി നിയമലംഘനം നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ അനിവാര്യമായി വന്നു ഭവിക്കാവുന്ന ദുരന്തമല്ലേ ഇത്? പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ഈ കമ്പം എന്ന് പറയുന്ന ആചാരം വർഷങ്ങളായി നടന്നു വരുന്നതാണ്. എന്നാൽ ഇന്ന് ജനസാന്ദ്രത കൂടി വന്ന സാഹചര്യത്തിൽ ഈ മത്സര കമ്പം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ പ്രദേശത്ത് വരികയും അത് ജില്ലാ ഭരണകൂടം അത് നിരോധിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് ഇത് ഈ വെടിക്കെട്ട് ആചാരപരമായ വെടിക്കെട്ട് എന്ന തരത്തിൽ ഭരണകൂടത്തെ ധരിപ്പിക്കുകയും എന്നാൽ അതിനപ്പുറത്തേക്ക് വെടിമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാക്കിയത് മാറ്റുകയും വേണ്ടത്ര സേഫ്റ്റി മെഷേഴ്സ് നിബന്ധനകൾ പാലിക്കാതെ ഇത് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രസക്തമാണ്. അപ്പോൾ ഇത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവ് നിലനിൽക്കെ തന്നെ ആ നിയമലംഘനം നടന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതെ, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ശ്രീ സുഭാഷ് ബാബു, പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല തഹസീൽദാർക്ക് ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുള്ള രേഖാമൂലമുള്ള ഉത്തരവ് ദിവസം സ്ഥലത്തുണ്ടാകേണ്ടതും നിയമലംഘനം നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുമാണ് എന്നാണ്. ഇവിടെ നിയമലംഘനം നടക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ട തഹസീൽദാർക്ക്, ജില്ലാ പോലീസ് മേധാവിക്ക്, ACPക്ക് അവർക്കൊന്നും അത് സാധിക്കുന്നില്ല. ഈ പരിപാടി അവിടെ നടന്നു. അത് ഒരല്പസമയം നടക്കുക, ആചാരത്തിൻ്റെ പേരിൽ നടക്കുക എന്നുള്ളതല്ല. രാത്രി 11:30 മുതൽ പുലർച്ചെ 3:30 വരെ ഈ വെടിക്കോപ്പ് കൊണ്ടുള്ള ഈ കലാവിരുന്ന് അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മൾ മറ്റിടങ്ങളെ പരിശോധിച്ചാലും ഓരോ കാര്യമാകട്ടെ, ഇപ്പോൾ മൈക്കിനുള്ള അനുമതി മുതൽ കരിമരുന്ന് പ്രകടനത്തിനുള്ള അനുമതി വരെ പോലീസ് സംവിധാനങ്ങൾക്കും ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്കും കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മൈക്കിൽ കൂടെ
ഭാരവാഹികൾ, അതായത് ക്ഷേത്ര ഭാരവാഹികൾ പിന്നെ അനുവാദം കിട്ടുമെന്ന് പറഞ്ഞ് അത് വിശ്വസിച്ചിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ രേഖാമൂലം അവർക്ക് ഉത്തരവ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ആരാണോ ഉത്തരവ് കൊടുക്കേണ്ടത്, ജില്ലാ കളക്ടറാണ് അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിനോട് ഫോണിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം അത് ക്ലാരിഫൈ ചെയ്യാം. അതല്ലാതെ ഞങ്ങൾക്ക് ആ ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് ഞങ്ങളത് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. രണ്ടാമത്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഉഗ്രസ്ഫോടനമുള്ള ഇതേമാതിരിയുള്ള അമിട്ടുകളോ ഒക്കെ പൊട്ടിക്കുന്നതിന് നിരോധനമുള്ളതാണ്. ആ നിരോധനമുള്ള വസ്തുക്കൾ കണ്ടാൽ തന്നെ തിരിച്ചറിയാം. പോലീസിനായാലും ഫയർഫോഴ്സിനായാലും ശരി. ഫയർഫോഴ്സ് പിന്നെ തടയാൻ പറ്റില്ല, പൊട്ടിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും. പോലീസിനത് തടയാം. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയായിട്ട്, കളക്ടറുടെ പ്രതിനിധിയായിട്ട് എത്തുന്ന തഹസിൽദാർ അവിടെ സാന്നിധ്യമുണ്ടാവണം. അദ്ദേഹം അത് പരിശോധിച്ചതിന് ശേഷം പാടില്ല എന്ന് പറയുന്ന മജിസ്ട്രേറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അത് പൂർണ്ണമായി നിരോധിക്കാം. പോലീസിനോട് അദ്ദേഹത്തിന് പറയാം, ഇത് പൊട്ടിക്കരുത്, ഇത് കസ്റ്റഡിയിലെടുക്കണം, അല്ലെങ്കിൽ ഈ ആളുകളെ അറസ്റ്റ് ചെയ്ത് മാറ്റണമെന്ന് പറയാം. അദ്ദേഹം അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം, തഹസിൽദാരെ സംബന്ധിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ മാറ്റപ്പെടുന്നില്ല. പിന്നെ ഈ വസ്തു ഇത്ര വലിയ ധാരണ ഉണ്ടാവാൻ കാരണം അത് സാധാരണ രീതിയിൽ പിന്നെ നൈട്രേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് ക്ലോറേറ്റ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിന് എന്താണ് ഇത് പരിശോധിക്കാൻ അവിടെ സംവിധാനം ഒന്നുമില്ല. 12 കിലോ എന്ന് പറഞ്ഞാൽ 120 കിലോ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. 12 കിലോ എന്ന് പറഞ്ഞാൽ 1/2 ഗ്രാം വെച്ചിട്ട് അവർ പിന്നെ 10 ഗ്രാമിൻ്റെ പടക്കം ഉണ്ടാക്കും. അങ്ങനെ ഇത് ആരെ കൊണ്ട് കണക്ക് കൂട്ടാൻ പറ്റും? സാധ്യമല്ലത്. അതുകൊണ്ട് ഈ നിയമത്തിലൊരു അപാകതയുണ്ട്. അത് തന്നെയല്ല, ഇതിനകത്ത് ഈ പൊട്ടിക്കുന്നതിന് മുമ്പ് പൊട്ടിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ നമുക്ക് ഇന്നുവരെ സംവിധാനമില്ല. ആ സംവിധാനമില്ലാത്തത് കൊണ്ടാണ് ഇതേമാതിരി അപകടങ്ങൾ ഉണ്ടാകുന്നത്. പൊട്ടിക്കുന്നതിന് മുമ്പ് പൊട്ടിക്കുന്ന വസ്തുക്കൾ ഏത് എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം കൊടുക്കാനൊരു സംവിധാനം എന്തുകൊണ്ടുണ്ടാക്കിക്കൂടാ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശശിധരൻ, ഈ ആചാരം എന്ന് ഈ പറയുന്നത് സംവിധാനങ്ങൾ ആകെ കബളിപ്പിക്കപ്പെടുകയല്ലേ? ഒന്ന്, ഇത് നടത്തുന്ന സ്ഥലത്തിന്റെ ദൂരപരിധി സംബന്ധിച്ചിട്ടുള്ള ചട്ടം, അതുപോലെ എത്ര കിലോഗ്രാം സ്ഫോടക വസ്തു ഉപയോഗിക്കുന്നു എന്നത് സംബന്ധിച്ച കണക്ക്, ഏതേത് സ്ഫോടക സാമഗ്രികൾ ഉപയോഗിക്കുന്നു എന്നത് സംബന്ധിച്ച വിവരം, ഇവയൊക്കെ ഈ വെടിക്കെട്ട് നടത്തുന്ന ആളുകൾ കൃത്യമായി ബോധിപ്പിച്ച് അനുമതി വാങ്ങുന്നതല്ലല്ലോ. അതൊക്കെ കറക്റ്റായി പരിശോധിച്ച് നിയമലംഘനം നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം എവിടെ പ്രവർത്തിക്കുന്നു കേരളത്തിൽ? അല്ല, കേരളത്തിൽ ഞാൻ പറഞ്ഞു, തൃശ്ശൂർ പൂരത്തിന് ഈ സംവിധാനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ കെമിക്കൽ ടെസ്റ്റ് ചെയ്ത് ലാബറട്ടറിയിൽ അയച്ചതിന് ശേഷം അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് അനുമതി തരുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 100-ൽ പരം ക്ഷേത്രങ്ങളിൽ തൃശ്ശൂർ തന്നെ വെടിക്കെട്ട് നടന്നു കഴിഞ്ഞു. അവിടെ യാതൊരു അപകടങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു അപകടം നടന്നത് ഞാൻ പറഞ്ഞു 2 ദിവസം മുമ്പ് തന്നെ അവിടെ അമിട്ടുകൾ പൊട്ടിച്ചിരുന്നു. 3-ാമത്തെ ദിവസമാണ് അവിടെ അപകടം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള അവിടുത്തെ മറ്റേ കർശനമായ നിയമങ്ങൾ പാലിക്കാതെ അവിടെ നടത്തി എന്നുള്ളതാണ് ഈ അപകടത്തിന് ഇത് കൊടുക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന മാതിരി എല്ലാ അമ്പലങ്ങളിലും നമ്മുടെ പുരാതന കാലം തൊട്ടേ നടന്നു വരുന്ന ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ആചാരപരമായി നടന്നു വരുന്ന സംഗതികൾ ഇതിന് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. തൃശ്ശൂർ പൂരത്തിന് എല്ലാ പ്രാവശ്യവും അത് ഒരുക്കിയിരുന്നു. പല അമ്പലങ്ങളിലും ഈ പറഞ്ഞ മാതിരി സ്ഥലപരിമിതി, ദൂരപരിമിതി ഇല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. അവിടെ കർശനമായും ഇവിടെ നിയമങ്ങൾ പാലിക്കണം തന്നെയാണ് എൻ്റെ പൂർണ്ണമായ അഭിപ്രായം. ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മുൻപ് പല ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ജുഡീഷ്യൽ കമ്മീഷനുകൾ ഉണ്ടായിരുന്നു. അവയൊക്കെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്, ചില ശുപാർശകൾ നടപ്പാക്കിയിട്ടുമുണ്ട്. വെടിക്കെട്ട് ദുരന്തങ്ങളെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ ശുപാർശകൾ അത് പൂർണ്ണതോതിൽ നടപ്പാക്കപ്പെടുക, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കുക എന്നൊക്കെയുള്ളതൊരു യാഥാർത്ഥ്യബോധമില്ലാത്ത സ്വപ്നം മാത്രമല്ലേ? അല്ല അഭിലാഷേ, ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് പ്രഖ്യാപിച്ചതിലൂടെ ആകെ ഈ പ്രശ്നം തീരുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇതിൽ അനാസ്ഥ മാത്രമല്ല, ഇതിലൊരു ഒളിച്ചുകളിയുണ്ട്. ഒരു ജില്ലാ കലക്ടർ ഒരു നോട്ടീസ് കൊടുക്കുക ഇത് പാടില്ല എന്ന് പറഞ്ഞു. ആ നോട്ടീസ് കൊടുത്താൽ അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പാടില്ലെന്ന് പറഞ്ഞാൽ ഒരു മത്സര കമ്പക്കെട്ട് അവിടെ നടക്കുമ്പോൾ പോലീസിന് എന്താ ജോലി? പോലീസ് അത് നോക്കൂത്തിയായി നിന്നു. അവിടെയാണ് ഇതിനകത്ത് ഹൈലി പൊളിറ്റിക്കൽ പ്രഷർ, വളരെ ശക്തമായ ഉയർന്ന രാഷ്ട്രീയ സമ്മർദ്ദം ഇതിനകത്തുണ്ട്. അതൊരു പ്രാദേശിക രാഷ്ട്രീയ ഏതെങ്കിലും
നേതാവ് പറഞ്ഞാൽ മാത്രം തീരുന്ന പ്രശ്നമല്ല. ജില്ലാ കലക്ടർ മുതൽ പോലീസ് സൂപ്രണ്ട് വരെ പറഞ്ഞിട്ട് കേൾക്കാതെ അതിന് മുകളിൽ ഇടപെടണമെങ്കിൽ മന്ത്രിതല ഇടപെടലുണ്ട് എന്ന് അവിടുത്തെ ജനം സംശയിക്കുന്നുണ്ട്. വളരെ ഗൗരവ വിഷയം. അതാണ് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്ന് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇത്തരം ഒരു വിഷയത്തിൽ ആ വിഷയത്തിന്റെ പ്രയാസം നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ മേലിൽ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി കർക്കശമായ നിലപാടിൽ എടുക്കേണ്ടത്. ഇവിടെ അതിന്റെ ഭാഗമായി നിയമമില്ലാത്തതല്ലല്ലോ പ്രശ്നം. നിയമമുള്ള നിയമത്തെ ഫലപ്രദമായി നടപ്പിലാക്കുന്ന കാര്യത്തിലെ പരാജയം, ആ പരാജയമാണ് വളരെ ഗൗരവമായ വിഷയം. അങ്ങനെ ഗൗരവമായ വിഷയം വരുന്ന സമയത്താണ് ആരൊക്കെയാണ് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്, ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇടപെട്ടിട്ടുള്ളത്, ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് കലക്ടറെ ബന്ധപ്പെട്ടത്, ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ബന്ധപ്പെട്ടത്. അത് വളരെ ഗൗരവമായിട്ട് പരിശോധിക്കണം. അങ്ങനെ ഗൗരവമായി പരിശോധിക്കുമ്പോഴാണ് ഇതിൽ ഉയർന്ന തലത്തിൽ ഭരണതലത്തിൽ തന്നെയുള്ള ഇടപെടലുണ്ടോ എന്നുള്ള ജനങ്ങളുടെ സംശയം വളരെ ഗൗരവത്തോടു കൂടി വരുന്നത്. ഇത് മേലിൽ കേരളത്തിൽ ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. ഇത് ലോകരാജ്യങ്ങൾ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അവിടെയൊക്കെ വളരെ കൃത്യമായ പ്രിക്കോഷണറി സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇവിടെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട ചില ഒളിച്ചുകളികളാണ്. ആ ഒളിച്ചുകളികളെ പുറത്തു കൊണ്ടുവരാതെ ഇത് മേലിൽ ആവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. അതിൽ ശക്തമായ രീതിയിലേക്കുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. ശരി, ഡോക്ടർ KG താര, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒന്നല്ല ഈ വെടിക്കെട്ട്. പുതുവർഷാഘോഷത്തിൻ്റെ ഭാഗമായി, മറ്റാഘോഷങ്ങളുടെ ഭാഗമായി, വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഹോട്ടലുകളിലൊക്കെ ആഘോഷങ്ങളുടെ ഭാഗമാണിത്. പക്ഷേ എങ്ങനെ സുരക്ഷിതമായി ഇത് നടത്താൻ പറ്റും എന്നുള്ളതാണല്ലോ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. എന്താണ് ഇത് സുരക്ഷിതമായി നടത്തുന്നതിനുള്ള തടസ്സം? ഇത് ഇവിടെ ഈ തൃശ്ശൂർ പൂരത്തിൽ യാതൊരു അപകട സാധ്യതയും ഇല്ല എന്നുള്ള രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് കേട്ടു. തൃശ്ശൂരിൽ മാത്രം 2011 റിപ്പോർട്ട് മാത്രം എടുത്തു നോക്കിയാൽ മതി, 400ഓളം അപകടങ്ങളാണ് കേരളത്തിൽ ആ ഒറ്റ വർഷം ഉണ്ടായത്. 36 പേര് തൃശ്ശൂർ തന്നെ മരിച്ചിട്ടുണ്ട്, 56 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് 1978 ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഇത് തെറിച്ചു വീണിട്ട് 8 പേര് മരണമടഞ്ഞ റിപ്പോർട്ടും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ കമ്മിറ്റികൾ തീരുമാനമെടുക്കുന്നു, ഭാരവാഹികൾ തീരുമാനമെടുക്കുന്നു, അത് മിനിറ്റ്സ് ആക്കുന്നു. പക്ഷേ ഇപ്പോൾ ആഗോളതാപനം എന്ന് പറയുന്ന കാലാവസ്ഥ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല ചൂട്, പണ്ടത്തെ അത്രയും ജനസംഖ്യയല്ല, വളരെയധികം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. ഈ ഇത്രയും ചൂട്, മനുഷ്യന് താങ്ങാൻ വയ്യാത്ത ചൂടിൻ്റെ സമയത്ത് ഈ വന്യമൃഗമായിട്ടുള്ള ഒരു ആനയെ അവിടെ നമ്മൾ അമ്പലങ്ങളിൽ ഏത് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടും നമ്മൾ കൊണ്ടു നിർത്തി കഴിയുമ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് പ്രവചനത്തിന് അതീതമായിട്ടാണ് ഈ മൃഗങ്ങൾ പെരുമാറാൻ സാധ്യത. ഈ നമ്മുടെ കമ്മിറ്റിയുടെ റിപ്പോർട്ടും മിനിറ്റ്സും ആനകൾക്ക് വായിക്കാനുള്ള ഒരു അവസരം ഇല്ലാത്തത് കൊണ്ട് അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കില്ല. ഇത് മാത്രമല്ല, ഈ ഒരു ആനയെ നിർത്തേണ്ട സ്ഥലത്ത് നമ്മൾ പല ആഘോഷ കമ്മിറ്റികളും 3 ആനകളെ കൊണ്ട് നിർത്തും. അപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ഇതിനെ എനിക്ക് രാഷ്ട്രീയമായിട്ട് കാണാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇത് ഇന്ന ഭരണകൂടമായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല, മറ്റവരാണെങ്കിൽ സംഭവിക്കില്ല എന്ന് പറയുന്നതിന് തീരെ അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജനങ്ങളുടെയും ഈ നയരൂപീകരണ രംഗത്തെയും ഉദ്യോഗസ്ഥരുടെയും ആഘോഷ കമ്മിറ്റികളുടെയും എല്ലാം മനോഭാവത്തിലാണ് ആ മാറ്റം വരുത്തേണ്ടത്. അടിസ്ഥാനപരമായി മാറ്റം വരേണ്ടത് മനോഭാവത്തിൽ തന്നെയാണ്. ഈ മഹാദുരന്തമെങ്കിലും കേരളത്തിന്റെ കണ്ണു തുറപ്പിച്ചെങ്കിൽ എന്നാശിക്കാം. വളരെ നന്ദി ഡോക്ടർ KG താര, സ്വാമി സന്ദീപാനന്ദ, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ സുഭാഷ് ബാബു, ശ്രീ ശശിധരൻ, ശ്രീ ജയലാൽ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.